ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പോകുന്നത് ബനർഘട്ട ഹിൽസിലാണ്. ഹിൽസിൻ്റെ തൊട്ട് താഴെ തന്നെ നല്ലൊരു ടെമ്പിൾ വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയെ കാണാൻ. നമുക്കിതാ പോകേണ്ടത് ആ ഒരു ഹൈറ്റിലോട്ടാണ് കേട്ടോ. അവിടെ നല്ല വ്യൂസ് ഉണ്ട്, പക്ഷേ നല്ല ജനവും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് രഥമാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അമ്പലത്തിൻ്റെ ജസ്റ്റ് സ്റ്റെപ്പൊക്കെ കയറി മുകളിലോട്ട് വരുമ്പോൾ ഈ ഒരു എൻട്രൻസ് ആണ് വരുന്നത് കേട്ടോ. ഇവിടെ നല്ല ഭംഗിയിൽ നല്ല ഒരുപാട് ചിത്രകലയൊക്കെ കൊത്തി വെച്ചതുണ്ട്, കല്ലിൽ കൊത്തി വെച്ചതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ കുരങ്ങന്മാരും ഉണ്ട് കേട്ടോ. ചെറുതും വലുതുമായിട്ടുള്ള അമ്മയും കൊച്ചുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ ഉള്ളിലോട്ടുള്ള ഭാഗമാണ്. ഇവിടെ പക്ഷേ ശരിക്കും ട്രൗസർ ഉപയോഗിച്ചിട്ട് ട്രൗസർ ഇട്ട് അമ്പലത്തോട് കയറാൻ പാടില്ല എന്നാണ്. പക്ഷേ ഞാൻ തിരക്കിൻ്റെ കൂട്ടത്തിൽ അങ്ങ് കയറി പോവാണ് ചെയ്തത് കേട്ടോ. കുഴപ്പമില്ലാത്ത, എപ്പോഴും നല്ല ക്രൗഡഡ് ആയിട്ടുള്ളൊരു ടെമ്പിളാണ്. നല്ല തിരക്കുണ്ട് അവിടെ കേട്ടോ. ഈവനിങ് നല്ലപോലെ ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ വരുന്നതിനെക്കാട്ടും കൂടുതൽ ആൾക്കാരാണ് മുകളിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാർ. ഈ കുരങ്ങിന് നല്ല നല്ല രസമുണ്ട്. കുറച്ച് നേരം ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തതിന് ശേഷമാണ് ഞാൻ പിന്നെ അമ്പലത്തിനകത്തോട്ട് കയറിയത്. ഇതാണ് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ ഹിൽസിലോട്ട് പോകുന്ന ഭാഗമാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. മുകളിലോട്ട് പോകുമ്പോൾ കുറച്ച് സ്ലിപ്പറി ഒക്കെ ആയിട്ട് തോന്നും. നോർമൽ ഷൂസ് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് സ്ലിപ്പറി ആയി തോന്നും. തിരിച്ചിറങ്ങുമ്പോഴാണ് അതിൻ്റെ പ്രയാസം അറിയുന്നത് കേട്ടോ. പിന്നെ മുകളിലോട്ട് കാണുന്ന പോലെയല്ല, കുറച്ചധികം ദൂരം വരുന്നുണ്ട്. അതിങ്ങനെ വളഞ്ഞാണ് പോകുന്നത്. അപ്പോൾ ഈവനിങ് ആകുമ്പോഴേക്കും നല്ല ക്രൗഡഡ് ആണ് ഇവിടെ വരുന്നത്. കാരണം സൺസെറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതേപോലെ മുകളിലൊരു അമ്പലം കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലും ആളുകളും ഇവിടെ ഈ ഒരു ഹിൽസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നവരാണ്. അപ്പോൾ കാരണം നല്ല വ്യൂസ്, നല്ല ഫോട്ടോ സീനറിയാണ് ഇവിടെ കാണുന്നത്. അതേപോലെ ഇവിടെ എന്തൊരു വെള്ളം കെട്ടി വെച്ചിട്ടുണ്ട്, എന്താ എനിക്ക് മനസ്സിലായിട്ടൊന്നുമില്ല. നെറ്റ് അടിച്ചിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കല്ലുകൾ ഇങ്ങനെ അടുക്കി വെക്കും. കാരണം ഇത് നമ്മൾ മനസ്സിലൊരു കെട്ടിടം അല്ലെങ്കിൽ വീടുണ്ടാക്കണം എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ രീതിയിൽ കല്ലുകൾ ഇങ്ങനെ മുകളിൽ അടുക്കി വെക്കുന്നത്. ഇത് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാം ഇവിടുന്ന് അങ്ങോട്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ട് പോകേണ്ട ഒരു സ്പോട്ടാണ് കേട്ടോ വരുന്നത്. ഇവിടെ എന്താ സത്യത്തിൽ ഇവിടുന്ന് ഇങ്ങോട്ട് എന്താണുള്ളതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. ഞാൻ ഒന്ന് രണ്ട് പേരോട് ചോദിച്ചപ്പോൾ അവർക്കും കൃത്യമായിട്ട് അറിയുന്നില്ല. അവിടെ എന്തൊക്കെയോ ഉണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഞാനും അവരുടെ കൂടെ അങ്ങ് നടക്കാൻ തുടങ്ങി. ഇവിടെ ആകെ ഒരു അതായത് കാട് പോലെ ഫോറസ്റ്റ് ഏരിയ തന്നെയാണ്. പിന്നെ ഇവരെ പരിചയപ്പെട്ടു. ഇവരാണ് പിന്നീട് കുറേ നേരം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇവരാണ് കുറേയൊക്കെ ഗൈഡ് ചെയ്തത്. കാരണം ഇവർക്ക് സ്ഥലങ്ങൾ അത്യാവശ്യം പരിചയമുള്ളവരാണ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ടേൺ ചെയ്ത് ഉള്ളിലോട്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പക്ഷേ ഈ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മോശമാണ്. അതായത് വെള്ളം കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കണമായിരുന്നു. എനിക്ക് ഇത്രത്തോളം ദൂരം ഉണ്ടാവുമെന്ന് എനിക്കും അറിയില്ലായിരുന്നു. ഇത് ഒരു സർപ്പക്കാവാണ്. ഇത് കാണുമ്പോൾ ചെറിയ രീതിയിൽ എന്താണെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇത് ആളുകൾ വെച്ചിരിക്കും, നമുക്കെന്നെ കൺഫ്യൂഷനാണ്. ഇതെന്തോരാണെന്ന് ആൾക്കാർ ഇങ്ങനെ കല്ലിൻ്റെ മുകളിൽ കല്ലിങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്. അതായത് അവരവരുടെ വിശ്വാസത്തിനൊക്കെ വേണ്ടിയിട്ടാണ്. സമയം എപ്പോഴേക്കും 5:45 ആവാറായിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നീട് നമ്മളൊരു ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് എത്തുകയാണ് ചെയ്യുന്നത്. പിന്നെയും ക്ഷേത്രമാണ്. ഇത് ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ള ക്ഷേത്രമാണ് കേട്ടോ. ഈ ക്ഷേത്രത്തിൽ ആഴ്ചയിലൊരു ദിവസം മാത്രമാണ് ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഞാൻ വീഡിയോ എടുക്കുമ്പോഴേക്കും അവന്മാർ പോയിട്ടുണ്ടാവും. ഇത് ശിവൻ്റെ ക്ഷേത്രം അതിനടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് ഞാൻ പോയില്ല. പിന്നെ അതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. ഇതാണ് സൺസെറ്റ് കാണാൻ നല്ലൊരു സ്പോട്ടാണ് ഇവിടേക്ക്. നല്ല വെഡ്ഡിങ് ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ അതേപോലെ ഇവിടുത്തെ പാറകളൊക്കെ ഇങ്ങനെ ചീകളായിട്ട് ഇങ്ങനെ അത് കാലക്രമേണ വരുന്നൊരവസ്ഥയാണ് ഇത്. പക്ഷെ ഇത് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു അത്ഭുതം തോന്നുന്നൊരു ഏരിയ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇപ്പോൾ എൻ്റെ കൂടെ വന്ന എൻ്റെ ഗ്യാങ് അല്ല, അവരങ്ങനെ നടന്ന് അവരെ ലോകത്തോട്ട് പോയി. ഞാൻ കുറച്ച് നേരം കൂടെ ഒരു വീഡിയോസൊക്കെ എടുത്ത് അതിന് ശേഷം ഒരു സെൽഫിയൊക്കെ എടുക്കുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ ഈ ട്രെക്കിംഗ് എന്നുള്ളത് അത്രയ്ക്ക് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ട്രെക്കിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഒരു പ്രോപ്പറായിട്ടുള്ള ഗൈഡൊക്കെ വേണം. ഇത് നാഷണൽ പാർക്കിനോടുള്ള ചേർന്ന് കിടക്കുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് നടക്കുന്നത് സേഫായിട്ടുള്ളൊരു കാര്യമല്ല എന്ന് എനിക്ക് തോന്നി. എങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരുപാട് ജനങ്ങൾ വരുന്നൊരു ഏരിയ ആയതുകൊണ്ട് അത്ര കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ തിരിച്ചു പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു പോയത്. അപ്പോൾ ചെറിയ രീതിയിലൊരു ഭയം ഉണ്ടായിരുന്നു. കാരണം നമുക്കൊട്ടും പരിചയമില്ലാത്തൊരു ഏരിയ ആണ്. കാരണം സമയം ഒരു 6:30 ഇരുട്ട് വന്നു തുടങ്ങിയുള്ള സമയം ആവാറായിട്ടുണ്ട്. കാരണം അറിയാലോ, അങ്ങനത്തെ പ്രദേശങ്ങളിലൊക്കെ വരുന്ന സൗണ്ട് ഭയങ്കര ഒരു കട്ടിയേറിയ സൗണ്ടാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞാൻ മുകളിലെത്തി. അപ്പോൾ ഇനി ബൈ.